ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൗപദി മുർമു ഡെറാഡൂണിലെത്തി. ഉത്തരാഖണ്ഡ് ഗവർണർ ലഫ്റ്റനന്റ് ജനറൽ ഗുർമിത് സിംഗ്, മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി എന്നിവർ ചേർന്ന് രാഷ്ട്രപതിയെ സ്വീകരിച്ചു. സന്ദർശനത്തിന്റെ 2ാം ദിവസമായ നാളെ ഡെറാഡൂണിലെ ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയിൽ നടക്കുന്ന പാസിംഗ് ഔട്ട് പരേഡിൽ രാഷ്ട്രപതി മുഖ്യാതിഥിയാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് സ്ലൊവാക്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. ഫ്രാൻസിലെ നീസിലെത്തുന്ന പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തന്ത്രപ്രധാന പങ്കാളിത്തം ശക്തമാക്കുന്നതിനായി പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ഒമാൻ കടലിടുക്കിൽ ഇന്ത്യൻ നാവികരുള്ള വാണിജ്യ കപ്പലുകൾക്ക് നേരെ വീണ്ടും US നാവികസേന നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് US നയതന്ത്ര പ്രതിനിധിയെ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിളിച്ചുവരുത്തി ശക്തമായ പ്രതിഷേധം അറിയിച്ചു. ഇത് 2ാം തവണയാണ് ഇന്ത്യ US പ്രതിനിധിയെ വിളിച്ചുവരുത്തുന്നത്. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 15-ന് മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വയോജനങ്ങൾക്കായുള്ള പദ്ധതികളെക്കുറിച്ചും അതിക്രമങ്ങൾ തടയുന്നതിനുള്ള മാർഗങ്ങളെക്കുറിച്ചും അവബോധം വളർത്തുകയാണ് പരിപാടിയുടെ ലക്ഷ്യം. വൈദ്യുതി മുടക്കം, വോൾട്ടേജ് ക്ഷാമം, മഴക്കാലത്തെ പ്രശ്നങ്ങൾ എന്നിവ സംബന്ധിച്ച് ജനങ്ങളുടെ പരാതികൾക്ക് പെട്ടെന്ന് പരിഹാരം കാണാൻ MLAയുടെ നേതൃത്വത്തിലുള്ള നിയോജക മണ്ഡലം തല കമ്മിറ്റികൾ സജീവമാക്കണമെന്ന് വൈദ്യുതി മന്ത്രി സണ്ണി ജോസഫ്. കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകൾ ഉൾപ്പെട്ട KSEBയുടെ ഉത്തര മലബാർ മേഖലാ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി വിളിച്ചു ചേർത്ത യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പട്ടികജാതി വിഭാഗത്തിലെ യുവജനങ്ങളുടെ സാമ്പത്തിക ശാക്തീകരണമാണ് സാമൂഹിക മുന്നേറ്റത്തിനും പ്രാതിനിധ്യത്തിനും അടിത്തറയെന്ന് മന്ത്രി KA തുളസി. തിരുവനന്തപുരം അയ്യങ്കാളി ഹാളിൽ സംഘടിപ്പിച്ച നൈപുണ്യ വികസന സംരംഭകത്വ ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. APJ അബ്ദുൽ കലാം സാങ്കേതിക ശാസ്ത്ര സർവകലാശാലയുടെ ഈ വർഷത്തെ BTech BArc ബിരുദ പരീക്ഷാഫലം മന്ത്രി റോജി M. ജോൺ പ്രഖ്യാപിച്ചു. 60.1 BTech വിജയശതമാനം. നിപ ബാധിതനായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള രാമനാട്ടുകര സ്വദേശിയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു. രോഗി കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച സ്ഥലങ്ങളുടെ റൂട്ട് മാപ്പ് ആരോഗ്യവകുപ്പ് പുറത്തുവിട്ടു. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ ജില്ലാതല കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. വയനാട്ടിൽ 7 പേർക്ക് കൂടി ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചു. ഇതോടെ ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം 16 കോഴിക്കോട് പയ്യോളിയിൽ 3 വയസ്സുകാരനും ഇന്ന് ഷിഗല്ല ബാധ സ്ഥിരീകരിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലും ഈ ദിവസങ്ങളിൽ ഷിഗല്ല റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൗജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രത്യേക രേഖകളോ മുൻകൂർ രജിസ്ട്രേഷനോ കൂടാതെ പ്രായഭേദമന്യേയാണ് ഈ മാസം 15 മുതൽ ഓർഡിനറി സർവീസുകളിൽ സൗജന്യ യാത്ര അനുവദിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂരിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ഇന്ന് 8 ജില്ലകളിലും നാളെ 3 ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 12:30 നടക്കുന്ന ഗ്രൂപ്പ് B മത്സരത്തിൽ കാനഡ ബോസ്നിയ ആൻഡ് ഹെർസഗോവിനയെ നേരിടും. നാളെ രാവിലെ 6:30 ഗ്രൂപ്പ് Dയിൽ USA പരഗ്വേ മത്സരം. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിന് ഇന്ന് തുടക്കം. ഇംഗ്ലണ്ടിൽ അടുത്ത മാസം 5 വരെയാണ് മത്സരങ്ങൾ. ഇന്ന് രാത്രി 11 ആദ്യ മത്സരത്തിൽ ഇംഗ്ലണ്ടും ശ്രീലങ്കയും ഏറ്റുമുട്ടും. ഇന്ത്യയുടെ ആദ്യ മത്സരം ഞായറാഴ്ച രാത്രി 7 പാകിസ്ഥാനെതിരെയാണ്. ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ PV സിന്ധു വനിതാ സിംഗിൾസ് സെമി ഫൈനലിൽ കടന്നു. ക്വാർട്ടർ ഫൈനലിൽ ചൈനീസ് താരത്തെ നേരിട്ടുള്ള സെറ്റുകൾക്ക് തകർത്താണ് സിന്ധുവിന്റെ മുന്നേറ്റം. സെമിയിൽ ജപ്പാൻ താരത്തെ നേരിടും. കേരള ജുഡീഷ്യൽ സർവീസിൽ സിവിൽ ജഡ്ജ് തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കി. മാർച്ച് 30 പുറപ്പെടുവിച്ച വിജ്ഞാപനമാണ് റദ്ദാക്കിയത്. ഭേദഗതികൾ വരുത്തി പുതിയ വിജ്ഞാപനം പിന്നീട് പുറപ്പെടുവിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 197 പേരെ അറസ്റ്റ് ചെയ്തു. 175 കേസുകളും രജിസ്റ്റർ ചെയ്തു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാനത്താകെ ഇതുവരെ 2122 കേസുകളിലായി 2295 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ മാസം 21 നടക്കുന്ന റീനീറ്റ് UG പരീക്ഷയുടെ സമയം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 15 മിനിറ്റ് ദീർഘിപ്പിച്ചു. ഇതോടെ പരീക്ഷാ സമയം 180 മിനിറ്റിൽ നിന്നും
195 മിനിറ്റായി ഉയർന്നു. ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെയാണ് പുതുക്കിയ സമയം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.